Okay, എഴുതിക്കോളൂ. solubility of gas in liquid. Solubility of gas in liquid. നമുക്കറിയാം ഗ്യാസ് ലിക്വിഡിൽ സോലുബിൾ ആകുന്ന സമയത്ത് ഇവിടെ സൊല്യൂട്ട് എന്താ? ഇവിടെ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസും സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സോൾവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ലിക്വിഡും ആയിരിക്കും. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഗ്യാസും സോൾവെന്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡും ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ. ഇനിയും സബ്ഹെഡിങ് ആയിട്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് solubility of gas in liquid. Factors affecting solubility of എന്താണ്? gas in liquid. ഗ്യാസ് ഇൻ ലിക്വിഡിനെ അല്ലെങ്കിൽ ഗ്യാസ് ലിക്വിഡിൽ സോലുബിൾ ആകുമ്പോൾ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ എന്താണ് സോളിഡ് ലിക്വിഡിൽ അലിയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫാക്ടേഴ്സിനെ പറ്റി പഠിച്ചാണല്ലോ. അതേപോലെ ഇതിന്റെ ഒന്നാമത്തേത് നമ്മൾ എഴുതേണ്ടത് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. ഇതെന്താണെന്നറിയാമോ? നമുക്കറിയാം, ഇപ്പം ഒരു ഫിക്സഡ് സോൾവെന്റ് എടുക്കുക. ഇപ്പൊ വാട്ടർ എടുക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുന്നതിന്റെ എക്സ്റ്റെന്റും ഓക്സിജൻ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുന്നതിന്റെ എക്സ്റ്റെന്റും നൈട്രജൻ ഡിസോൾവ് ചെയ്യുന്ന എക്സ്റ്റെന്റും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? ഓരോ ഗ്യാസിനും ഓരോ നേച്ചർ ആയിരിക്കും. അതുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിനും ഒക്കെ എന്തുണ്ടാവും? ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഒരു ഡിഫറെന്റ് ഗ്യാസ് ഒരു ഫിക്സഡ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നതിന്റെ തോത് അല്ലെങ്കിൽ എക്സ്റ്റെന്റ് ഡിഫറെന്റ് ആയിരിക്കും. അത് ആ സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും നേച്ചർ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെ എഴുതാം. ഡിഫറെന്റ് ഗ്യാസ് dissolve in same liquid at different extent. രണ്ടാമത്തേത് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ ഈ ഗ്യാസ് ലിക്വിഡിനകത്ത് സോലുബിൾ ആവുന്ന ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം എന്താ പറയാ, ടെമ്പറേച്ചർ കൂടി നിൽക്കുവാണെങ്കിൽ സോലുബിലിറ്റി കുറയും. കാരണം സോലുബിൾ ആകാൻ ഒരു ഇൻട്രസ്റ്റും കാണത്തില്ല. കാരണം ചാൾസ് ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചാൾസ് ലോ പറയുന്നത് എന്താ? ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നാണ് പഠിച്ചിട്ടുള്ളത്. ശരിയല്ലേ? അല്ലെ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം ടെമ്പറേച്ചർ കൂടിയാൽ വോളിയം കൂടും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പാത്രത്തിനകത്ത് വെള്ളം എടുത്തിട്ട് അതിനകത്ത് CO2 നമ്മൾ ഹൈ പ്രഷർ കൊടുത്ത് ലിക്വിഫൈ ചെയ്തിട്ട് ഇതിനകത്ത് അലിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ CO2 ഇതിനകത്ത് ലിക്വിഡ് ഫോമില, പ്രൊവൈഡഡ് ഇതിനകത്ത് ഹൈ പ്രഷർ കൊടുത്തിരിക്കുക. ഈ ഹൈ പ്രഷർ ഈ അടപ്പ് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ലെവലിലേക്ക് വരും, പ്രഷർ കുറയും, ഈ CO2 ഇതിനകത്ത് രക്ഷപ്പെട്ടു പോകും. ഇനി ഇത് ഹൈ പ്രഷർ ഫോമിൽ നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് ഇതിന്റെ ടെമ്പറേച്ചർ കൂട്ടുവാന്ന് വിചാരിച്ചോ. ഇതിന്റെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം കൂടുകയാണ് ചെയ്യുന്നത്. ചാൾസ് ലോ വെച്ചിട്ട് വോളിയം കൂടി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇതിനകത്ത് അതിനെ നിലനിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? അത് പൊട്ടി പുറത്തു വരും. അങ്ങനെയാണ് ചിലപ്പം ഈ സോഡാ കുപ്പി. ഇപ്പൊ എനിക്കൊരു അനുഭവം ഉണ്ട്. എനിക്ക് കോഴഞ്ചേരിയിൽ ഒരു ഷോപ്പാണ്. അപ്പം ആ ഷോപ്പില് കൊച്ചിലെ ഈ പറഞ്ഞ പോലെ തന്നെ സോഡാ കുപ്പി വെയിലത്തിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഞാൻ ആ സോഡാ കുപ്പി എടുത്ത് അകത്ത് കൊണ്ടുവെക്കാൻ പോയപ്പോഴത്തേക്കും, അതായത് ഒരു കേസ് ഫുള്ള് അകത്ത് കൊണ്ടുവെക്കാൻ പോയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കുലുങ്ങി അത് വെച്ചപ്പോഴത്തേക്കും ഒരു കുപ്പി ഒറ്റ പൊട്ടിത്തെറിച്ചിട്ട് എന്റെ കയ്യില് എന്റെ ഈ ഭാഗത്ത് വന്ന് കയറി. ഈ ഭാഗത്ത് ഇപ്പോഴും അതിന്റെ പാടുണ്ട്. ഏകദേശം ഒരു 15-20 വർഷമായി. അപ്പം ഞാൻ നയൻതിലോ മറ്റോ പഠിക്കുന്ന സമയത്താണ്. അപ്പം അതെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സോഡയുടെ സപ്ലയേഴ്സ് അതുകൊണ്ട് വെയിലത്തിറക്കി വെച്ചു.
ഞാൻ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് എടുത്ത് അകത്ത് വെക്കാൻ പോയപ്പോഴാണ് അതെന്താ സംഭവിച്ചത്, ടെമ്പറേച്ചർ കൂടിയിരിക്കും അതിനകത്ത്. ഹൈ പ്രഷർ കൊടുത്തിരിക്കുന്ന സോഡ വാട്ടറിനകത്ത്, ചില്ല് കുപ്പിക്കകത്ത് എന്താണ് ടെമ്പറേച്ചർ കൂടിയിരിക്കുക. ടെമ്പറേച്ചർ കൂടിയുമ്പോഴത്തേക്ക് അതിന്റെ കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് അതിന്റെ വോളിയം കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. വോളിയം കൂടുമ്പോൾ പിന്നെ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനകത്ത് നിലനിൽക്കാൻ പറ്റത്തില്ല. അത് എങ്ങനെയും എന്ത് ചെയ്യും, പൊട്ടിച്ച് പുറത്തു വരാൻ ശ്രമിക്കും. അങ്ങനെ ജസ്റ്റ് ഒന്ന് അനങ്ങിയപ്പോ എന്തോ അതെന്ത് ചെയ്തു, പൊട്ടി. അതിന്റെ പ്രഷർ കാരണം അത് പൊട്ടിത്തെറിച്ച് എന്റെ കയ്യിൽ വന്ന് കയറുമായിരുന്നു. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കൂടിയാൽ സോലിബിലിറ്റി കുറയും എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. ടെമ്പറേച്ചർ കൂടിയാൽ സോലിബിലിറ്റി കുറയും. അപ്പൊ ഇങ്ങനെ എഴുതുക, if temperature increases, if temperature increases solubility of gas decreases. അടുത്തത് പ്രഷർ. നമുക്കറിയാം എങ്ങനെയാണ്, ഇപ്പൊ മേഘയോട് ഞാൻ ചോദിക്കുക, മേഘ എങ്ങനെയാണ് ഈ സോഡ ഉണ്ടാക്കുന്നത്? എങ്ങനെ? മേഘ കേൾക്കാമോ? എല്ലാവർക്കും കേൾക്കാമോ? സൂര്യഗായത്രി, ആരേലും? മീഗിൾ പറഞ്ഞേ, മീഗിൾ കേൾക്കാമോ? കാർബൺ ഗ്യാസ് ലിക്വിഡിനകത്ത് പ്രഷർ. സാറേ കാർബൺ ഗ്യാസ് പ്രഷർ. സാറേ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ്. രണ്ടുപേരിൽ ഒരാൾ പറഞ്ഞോ? പറഞ്ഞത് ശരിയാ, മേഘം പറഞ്ഞത് ശരിയാ. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എടുത്തിട്ട് ഹൈ പ്രഷർ കൊടുക്കും, അപ്പൊ അത് ലിക്വിഡ് ആവും. ആ ലിക്വിഡിനെ വെള്ളത്തിനകത്തോട്ട് അങ്ങോട്ട് ആ പ്രഷറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് എന്ത് ചെയ്യണം, നിറയ്ക്കണം. അല്ലേ? ശരിയല്ലേ? ആ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒഴിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ ഇരിക്കത്തുള്ളൂ. എല്ലാം എന്ത് സംഭവിക്കും, പ്രഷർ കുറയുമ്പോൾ അത് എന്ത് ചെയ്യും, നേരെ വേപ്പർ സ്റ്റേറ്റിലോട്ട് വന്നിരും. അതുകൊണ്ടാണ് സോഡ പൊട്ടിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്, വെളിയിലോട്ട് രക്ഷപ്പെടുന്നത്, ഇല്ലേ? ഫിസ് ഉണ്ടാകുന്നത്. ശരിയല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് പ്രഷർ കൂടിയാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഗ്യാസ് ലിക്വിഡിനകത്ത് സോലുബിൾ ആകുന്നതിന്റെ സോലുബിൾ ആകാനുള്ള കഴിവ് കൂടും. പ്രഷർ കൂടിയാൽ എന്ത് ചെയ്യും, സോലുബിലിറ്റി കൂടും എന്നുള്ളതാണ്. ശരിക്കും ഇത് ഹെൻറീസ് ലോ എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്. ആ ലോ വെച്ചിട്ട് നല്ല ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എഴുതേണ്ടത് ഇങ്ങനെയാണ്. അതായത് എഫക്റ്റ് ഓഫ് പ്രഷർ can be better explained with the help of Henry's law. ഓക്കെ, ഹെൻറീസ് ലോ എന്താന്ന് പറഞ്ഞുതരാം. ആദ്യം ഹെൻറീസ് ലോ എന്ന് എഴുതുക. ഹെൻറീസ് ലോ എന്ന് എഴുതുക. അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുക. The solubility of a gas in liquid
in liquid, solubility of gas in liquid at a given temperature, is directly proportional to the pressure of the gas in equilibrium with the liquid. Solubility of gas in liquid at a given temperature is directly proportional to the pressure of gas in equilibrium with the liquid. At that temperature, ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് ഒരു ഡെഫിനിഷൻ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓഫ് ദ ഗ്യാസ്. കൂടുതൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സോലുബിൾ ആകും എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രം ആണ് ഹെൻറി ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ ഡെഫിനിഷൻ ഒക്കെ. അപ്പൊ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് സോലുബിലിറ്റി എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയാം. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു സോലുബിലിറ്റിനെ അളക്കാൻ പ്രത്യേകിച്ച് സ്കെയിൽ ഒന്നുമില്ല. സോലുബിലിറ്റിനെ അളക്കുന്നത് കോൺസെൻട്രേഷന്റെ ടേമിലാണെന്ന് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസമേ പറഞ്ഞായിരുന്നു അല്ലേ. അതായത് കൂടുതൽ സോലുബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എന്നർത്ഥം. കോൺസെൻട്രേഷൻ കൂടുക എന്നർത്ഥം. സോലുബിലിറ്റി കൂടുക എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ ദാറ്റ് സോൾവെന്റ് വിൽ ഇൻക്രീസ് എന്നർത്ഥം. അപ്പൊ സോലുബിലിറ്റി തന്നെയാണ് കോൺസെൻട്രേഷൻ എന്ന് പഠിക്കുക. സോലുബിലിറ്റിനെ കോൺസെൻട്രേഷന്റെ ടേമിലായിരിക്കും പഠിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കോൺസെൻട്രേഷൻ ടേം 5 എണ്ണം പഠിച്ചായിരുന്നു. ഒന്ന് മാസ് ബൈ മാസ് പെർസെന്റേജ്, മാസ് ബൈ വോളിയം പെർസെന്റേജ്, വോളിയം ബൈ വോളിയം പെർസെന്റേജ്, മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ. അതിൽ മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കുക, പ്രഷർ കൂടിയാൽ സോലുബിലിറ്റി കൂടും എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പ്രഷർ കൂടിയാൽ ആ ഗ്യാസിന്റെ ആ ലിക്വിഡിനകത്തുള്ള കോൺസെൻട്രേഷൻ കൂടും എന്നുള്ളതും കൂടെ ചിന്തിച്ചോണം. ഇനിയും ഒന്നുകൂടെ ഈ രീതിയിലും കൂടെ ചിന്തിച്ചോണം. പ്രഷർ കൂടിയാൽ ആ ഗ്യാസിന്റെ ആ ഫിക്സഡ് സോൾവെന്റിനകത്തുള്ള ആ ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷൻ കൂടും എന്നുകൂടെ പഠിച്ചോണം. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള സൊല്യൂട്ടിന്റെ എണ്ണം എന്നുള്ളതാണ്. അപ്പം കോൺസെൻട്രേഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷനെ സോലുബിലിറ്റിയുടെ ടേമിൽ പറയുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ട വരുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മാത്തമാറ്റിക്കലി നമുക്ക് അത് എങ്ങനെ എഴുതാം? മാത്തമാറ്റിക്കലി പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ കൈ ആണ്. ഓക്കെ ആണല്ലോ. ഇത് പ്രഷർ ആണ് പി, ഇത് മോൾ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, ഇനി ഇതിപ്പം ഒരു ഇക്വേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു റിലേഷൻ ആണിത്. എന്നാൽ ഇക്വേഷൻ ഫോമിലോട്ട് ആക്കണം എന്ത് ചെയ്യണം? ഒരു ഈക്വൽ ടു ഇടണം. അപ്പൊ ഈക്വൽ ടു ഇടുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ആ കോൺസ്റ്റന്റിനെ നമ്മൾ കെ എച്ച് എന്ന് വിളിക്കും. കെ എച്ച് ഇൻറ്റു കൈ എന്ന് വരും. വേർ കെ എച്ച് ഈസ് എന്താണെന്ന് അറിയാമോ? വേർ കെ എച്ച് ഈസ് ദ ഹെൻറീസ് കോൺസ്റ്റന്റ്. ഹെൻറീസ് കോൺസ്റ്റന്റ്. ഇനി ഈ ഹെൻറീസ് കോൺസ്റ്റന്റ് യൂണിറ്റ് ഒരു പ്രാവശ്യം എപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് എഴുതിയാല്, യൂണിറ്റ് ഓഫ് ഹെൻറീസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കിലോ ബാർ ആണ്. കിലോ ബാർ ആണ്.